Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Sunday എല്ലാരും ഓർക്കണോ? Good morning, ma'am. Good morning. Okay, let's go. 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 minutes. ഈ 2 മിനിറ്റ് നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഇത് ചെയ്യാം. എന്താന്ന് പറഞ്ഞാല് ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇന്റൻഷൻ ഇപ്പോൾ സെറ്റ് ചെയ്തോളൂ. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം? ഇന്നത്തെ ദിവസം മോർ ഗ്രേറ്റ്ഫുൾ ആകണോ, മോർ പീസ്ഫുൾ ആകണോ, എല്ലാവരോടും അൺകണ്ടീഷണലി ലവ് സ്പ്രെഡ് ചെയ്യുന്ന ദിവസമാക്കണോ, ഡിസിസീവ് ആകണോ, നല്ല ഡിസിഷൻ എടുക്കുന്ന ദിവസമാകണോ, എക്സ്ട്രീംലി പവർ പാക്ഡ് ദിവസമാകണോ, അല്ലെങ്കിൽ പ്രേഫുൾ ആയിട്ടുള്ള ദിവസമാകണോ? ഏത് ദിവസം വേണം എന്ന് മെജോറിറ്റി നിങ്ങൾ എടുക്കുന്ന ഇന്റൻഷൻ ഇന്നത്തെ ദിവസം എങ്ങനെ ആകണം എന്നുള്ള ഇന്റൻഷൻ ചാറ്റ് ബോക്സിൽ ഇടാവോ? ഹലോ യെസ്, ചാറ്റ് ബോക്സിൽ ഇടാവോ? ഇന്നത്തെ നിങ്ങൾ ഇന്റന്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള ദിവസമായിരിക്കണം? പ്രൊഡക്റ്റീവ്, ഗുഡ്, മോർ പ്രൊഡക്റ്റീവ്. ദെൻ നെക്സ്റ്റ് എല്ലാവരുടെയും ഇന്റൻഷൻ ഇന്നത്തെ ദിവസം പീസ്ഫുൾ പവർഫുൾ. ഓക്കെ, ഗുഡ്. ദെൻ ആ ഇന്റൻഷനിലായിരിക്കും ഇന്ന് ഡെഫിനറ്റ് ആയിട്ട് മോർ മാഗ്നറ്റിക് ഡേ ആയിരിക്കണം. മാനിഫെസ്റ്റേഷൻ ഡേ ഫോർ ടുഡേ. എനിക്ക് ഇന്ന് 24 hours, ഇന്ന് രാത്രി 10 മണിക്ക് വണ്ടർഫുൾ 10 മണിക്ക് മുൻപ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിലേക്ക് വരണം. ആ ഒരു മാനിഫെസ്റ്റേഷനാണ് ഇന്നത്തെ എൻ്റെ ഇന്റൻഷൻ. അത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇന്നത്തെ ദിവസം ലവിങ്, കെയറിങ്, പവർഫുൾ, ഗുഡ്. അത് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സറിയുന്നത്, ഇല്ലേ മനസ്സറിയത്തില്ല. പവർഫുൾ ഡേ ആണ്. ഓക്കെ, പവർഫുൾ ഡേ, ലവിങ് ആൻഡ് കെയറിങ്, വണ്ടർഫുൾ. ബാക്കിയുള്ളവരുടെ ഇന്റൻഷൻ കൂടെ വരട്ടെ. ആ ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നത് നമ്മളെ സാധാരണ ദിവസത്തിൽ നിന്നും ഇന്നത്തെ ദിവസം നമുക്ക് വ്യത്യസ്തമാക്കാം. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾ ആ ഒരു ഇന്റൻഷനിലായിരിക്കും ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുക. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് മെസ്സേജ് കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണെന്ന് നമ്മൾ ബോധ മനസ്സിന് നിർദ്ദേശം കൊടുക്കലാണ്. നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ പാലിക്കും. ഇല്ലെങ്കിൽ മനസ്സ് അഴിച്ചുവിട്ട നൗ ഗ്രേറ്റ്ഫുൾ ആൻഡ് മൈൻഡ്ഫുൾ കൊള്ളാം, മോർ ഗ്രേറ്റ്ഫുൾ ആൻഡ് മൈൻഡ്ഫുൾ കൊള്ളാം. ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ പോവും അമ്മയെ കാണാൻ, അതുകൊണ്ട് ലവിങ് ആൻഡ് കെയറിങ് പറഞ്ഞു. ഓക്കെ, ലവിങ് ആൻഡ് കെയറിങ്, നൈസ്, കൊള്ളാം. സോ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനം. അല്ലെങ്കിൽ എല്ലാ വായിച്ചു നോക്കട്ടെ, ചാറ്റ് ബോക്സിൽ വന്നത് എല്ലാ തരത്തിലും അപ്ലൈ ചെയ്യണം. വെരി ഗുഡ്, ലവ് രാജ്മോൾ. ഓക്കെ, ഗുഡ്, സൂപ്പർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഓരോരുത്തരുടെയും ഓരോന്ന് ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. ബിഫോർ സ്റ്റാർട്ട് ജസ്റ്റ് ഡു എ സ്മോൾ പ്രെയർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മാം മോർണിംഗ്. ഒന്ന് പറഞ്ഞത് മാം, മിനി പ്രതിന് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ലെന്ന് മെസ്സേജ് വന്നായിരുന്നു, ഒന്ന് നോക്കണേ മാം. ഇല്ല, ഞാൻ റിക്വസ്റ്റ് വരുന്ന എല്ലാവരും ഇടുന്നുണ്ടല്ലോ. മിനി കയറിയോ? ആണോ? ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറയൂ. ഞാൻ എല്ലാവരും കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ്. ഓക്കെ മാം. ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും ഇതുവരെ വരാതെ ഫസ്റ്റ് ടൈം നമ്മുടെ ഈ ഉബണ്ടുവിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാ. ആരാ പേര് പറയാം? ഷംന. ഷംന നമ്മുടെ ലൈഫ് കോച്ചിങ് ബാച്ചുള്ള ഷംന അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് ഉബണ്ടുവിൽ ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ, ഗുഡ്, വെൽക്കം ഷംന. താങ്ക് യു മാഡം. ഇത് ഉബണ്ടു വേൾഡിലേക്ക് വെൽക്കം.
കയറുന്നുണ്ടല്ലോ. മിനിക്ക് എന്താ പറ്റിയ? മിനി ലിങ്ക് ഒന്നുകൂടി ഇപ്പോഴും കയറാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ്. Take a deep breathe in. Breathe out. Breathe in deeply. Breathe out smoothly. Again, breathe in and breathe out. Breathe in and breathe out. Gently observe your breath. Only breathe. ബ്രീത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി ദീർഘമായ ലോങ് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം എക്സേൽ ചെയ്യാം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇനി ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ, അതായത് നെഞ്ചിൻ്റെ മിഡിലൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതായിട്ടും അതുപോലെ തന്നെ ശ്വാസം തിരിച്ച് പോകുന്നതായിട്ടും ഇമാജിൻ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ത്രൂ യുവർ ഹാർട്ട് ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ ത്രൂ യുവർ ഹാർട്ട് ആൻഡ് ബ്രീത്ത് ഔട്ട്. എക്സ്പീരിയൻസ് ചെയ്യുക. ഹൃദയത്തിൻ്റെ ആ നെഞ്ചിൻ്റെ മിഡിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് പോകുന്നു. ഗുഡ്. നെക്സ്റ്റ്, നമ്മുടെ ബെല്ലി, വയറിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് ഫീൽ ചെയ്യണം. ബോഡി ഫീൽ ചെയ്യണേ. അബ്ഡമൻ, ഗട്ട് ഫീൽ ചെയ്യണം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. അഗെയിൻ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ പവർ. ബ്രീത്ത് ഔട്ട് ഫിയർ. ബ്രീത്ത് ഇൻ കറേജ്. Breathe out confusion. Once again, breathe in through abdomen and breathe out. Perfect. ഇനി നമ്മുടെ തലയുടെ മുകൾ ഭാഗം, ക്രൗൺ ചക്ര, ആ പാർട്ടിൽ ആ തലയുടെ മുകൾ ഭാഗത്തൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ പിന്നെ ഇമാജിൻ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കണം. ബ്രീത്ത് ഇൻ and breathe out. Breathe in through crown chakra and breathe out through crown chakra. Once again, breathe in and breathe out. Now, your crown chakra, heart chakra, solar chakra, heart brain, ഗട്ട് ബ്രെയിൻ ആൻഡ് ഹെഡ് ബ്രെയിൻ ഒരേ കൊഹറൻസിൽ വന്നിരിക്കുകയാണ്. സോ പവർഫുൾ. നിങ്ങൾ ഇന്നെടുത്ത ഇൻറ്റൻഷൻ വെരി സ്ട്രോങ് ആയിട്ട് മനസ്സിലൊരിക്കൽ കൂടി ഇൻറ്റൻറ്റ് ചെയ്യുക. ടുഡേ ഈസ് ദ ഡേ ഓഫ് പീസ്. ടുഡേ ഈസ് ദ ഡേ ഓഫ് പവർ, ലവ്, കറേജ്, പേഷ്യൻസ്. എന്താണോ ഈ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പവർഫുള്ളി ഇൻറ്റൻറ്റ് ചെയ്യുക. സ്ട്രോങ് ഇൻറ്റൻഷൻ കൊടുക്കുക. സോ നൈസ്. Once again, take a deep breath in and breathe out. Visualize the end of the day. ഇന്ന് വൈകുന്നേരം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് you can recognize how the power of intention. ഇന്ന് എന്താണോ നിങ്ങൾ ഇൻറ്റൻഷൻ എടുത്തിട്ടുള്ളത്, നിങ്ങൾ ആ ഇൻറ്റൻഷനിൽ ഇന്നത്തെ ദിവസം മനോഹരമായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ടാകും. And you can see the magic. Definitely you will see the magic. Breathe in and breathe out slowly. മെല്ലെ മെല്ലെ നിങ്ങൾ റെഡിയാകുമ്പോൾ പതുക്കെ കണ്ണുറക്കാം. സോ നൈസ്. സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഗുഡ്. മാം, ക്രൗൺ ചക്ര കൂടി ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞല്ലോ. ശരിക്കും അങ്ങനെ ഒരു ബ്രീത്തിങ് ഫിസിക്കലി നടക്കുന്നുണ്ടോ? നമ്മളിത് വിഷ്വലൈസ് ചെയ്താണല്ലോ. യെസ്, നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് നമ്മൾ ഈ ഓരോ പോയിന്റ്, എനർജി പോയിന്റിൽ നമ്മൾ ബ്രീതിങ് എടുക്കാൻ പറയുന്നത്? ബ്രീത്ത് എന്ന് പറയുന്നത് ദ മോസ്റ്റ് പവർഫുൾ ടൂളാണ്. അടുത്ത ഒരു സെഷനിൽ ഞാൻ
ഈ ബ്രീത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രീത്തിനെ കുറിച്ചും പറയുന്നു. ദ മോസ്റ്റ് പവർഫുൾ ടൂൾ, അണ്ടർ റേറ്റഡ്, അണ്ടർ യൂസ്ഡ് ടൂളാണിത്. നമുക്ക് പീസ്ഫുൾ ആകാൻ, ക്രിയേറ്റീവ് ആകാൻ, ക്ഷീണം മാറാൻ, എനർജി ലെവൽ കൂട്ടാൻ, പെട്ടെന്ന് നമ്മൾ കറേജിലേക്ക്, ഫോഴ്സ് ചെലുത്താത്ത പവറിലേക്ക് വരാനൊക്കെ ഇൻസ്റ്റൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ബ്രീത്ത്. കറക്റ്റ് ബ്രീത്ത് നമ്മൾ യൂസ് ചെയ്യണം. ഇതൊരു കൊഹറൻസ് ബ്രീത്തിങ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ അലൈൻമെൻറ്റ്, കൊഹറൻസിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ബ്രീത്താണ്. ആ കൊഹറൻസിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും പവർഫുൾ ആകുന്നത്, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ക്ലിയർ? സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ പറയുന്നത്, ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ദിസ് ഈസ് സംതിങ് വെരി പവർഫുൾ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, പവർഫുള്ളാണ്. 6 തിങ്കിങ് ഹാറ്റ്സ്, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കൂടുതൽ ചിന്തിക്കുന്ന സിറ്റുവേഷൻ എവിടെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് കൂടുതൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അലേർട്ടായിട്ട് 360 ഡയമെൻഷനിൽ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയെന്ന് പറയാമോ? നമ്മൾ ഡെയിലി ലൈഫ് നമ്മുടെ പേഴ്സണൽ ലൈഫ് ആലോചിച്ചിട്ട് പറയാം എവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, പ്രോബ്ലം വരും, ഒരു പ്രോബ്ലം വരുമ്പോൾ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് വന്നത്, ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലാതെ സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുക്കുക. ഒരാൾ ജനിച്ചു വളർന്നു പഠിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, പിന്നെ കരിയർ ഓപ്റ്റ് ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു, വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ 2-3 നമ്മൾ മാസീവായിട്ട് തിങ്ക് ചെയ്ത് ചെയ്യുന്ന 2-3 ഇൻസിഡൻറ്റ് ഇവൻ്റ് എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. എക്സാമ്പിൾ പറയാമോ? നമ്മുടെ ഡിസിഷൻ സക്സസ് ആവോ, റൈറ്റ് ആവോ, റോങ് ആവോ എന്നുള്ളതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. യെസ്, അത് ഏത് ഇവന്റിലാണ്? മണി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അത് ഓക്കെ, മണി റിലേറ്റഡ് ഡിസിഷൻ അല്ലാതെ Education. യെസ്, കരിയർ പിന്നെ വീട് വയ്ക്കുന്ന സമയം, വീട് വെക്കുന്ന സമയം, കറക്റ്റ്. കല്യാണം കഴിക്കുന്ന സമയം, വെഡിങ് സമയത്ത് കല്യാണം കഴിക്കുന്ന സമയം, പ്രണയിക്കുമ്പോൾ. കുട്ടികളുടെ സ്കൂളിംഗ് മാം, എങ്ങനെ? കുട്ടികളുടെ സ്കൂളിംഗ്. അതെ, സ്കൂളിൽ ചേർക്കുമ്പോൾ ഏത് സ്കൂളിൽ ചേർക്കണം. ഏറ്റവും കൂടുതൽ ഡിസിഷൻ നമ്മൾ വളരെ വിജിലന്റ് ആയിട്ട് എടുക്കുന്ന എപ്പോഴായിരിക്കും? എന്തെങ്കിലും രോഗാവസ്ഥയിൽ നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല, നേരെ ആശുപത്രി പോയേ പറ്റുള്ളൂ. നമുക്ക് അതാണ് അവിടെ ഉള്ളത്. വേറെ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കും. എനിക്ക് തോന്നുന്നത് കല്യാണം ബിസിനസ്, ഇത് രണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ. വീട് വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എവിടെ വെക്കണം, എന്ന് വെക്കണം. അതെ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഓഫ് കോഴ്സ്. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനകത്താണെങ്കിലും നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട്. പക്ഷെ ഈ വിവാഹത്തിൽ നമ്മൾ ആലോചിക്കാറുണ്ടോ അങ്ങനെ? കാശ് പോകേണ്ട കാര്യമാണ്. പാരൻസ് ചിലപ്പോൾ ആലോചിക്കാറില്ല, നമ്മൾ ചിലപ്പോൾ ആലോചിക്കില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോഴായിരുന്നു ഞാൻ ഒന്നുകൂടെ ആലോചിക്കണമായിരുന്നു, റോങ് ഡിസിഷൻ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ ചോദിക്കും. തനിച്ചിരുന്ന് പറയും, ഒറ്റയ്ക്ക് പറയാനുള്ള പറ്റൂ. നമ്മൾ അടുത്ത റൂമിൽ വേറെ ആരും കേൾക്കുന്ന രീതിയിൽ നമുക്ക് പറയാനും പറ്റില്ല. നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ്. ഡിസിഷൻ മേക്കിംഗ് എന്നത് ഒരു പവർഫുൾ ടൂളാണ്. ഒരാളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലാണ് ഇരിക്കുന്നത്. റൈറ്റ് ഡയറക്ഷനിൽ, റൈറ്റ് ഡിസിഷൻ, റൈറ്റ് ടൈമിൽ, റൈറ്റ് ഇതിൽ ഫോക്കസിൽ എടുക്കുന്ന ഒരു വ്യക്തി എന്തായാലും വിജയിക്കും. അപ്പൊ ഈ ഡിസിഷൻ മേക്കിങ്ങിലും ഡെസ്റ്റിനി ഈസ് മെയ്ഡ് അറ്റ് ദ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ എന്ന് പറയാറുണ്ട്. കറക്റ്റ്. അപ്പോൾ നമ്മുടെ വിധി പോലും നിശ്ചയിക്കുന്നത് ഡിസിഷനിലാണ് ഉള്ളത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പക്ഷേ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ അത്യാവശ്യം റിസർച്ച് ചെയ്ത് പഠിച്ച് തീരുമാനം എടുക്കണം. അതിനാണ് യൂണിവേഴ്സിറ്റികളും അതുപോലെ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ്സ് എളുപ്പം ഡിസിഷൻ എടുക്കത്തില്ല. അപ്പോൾ ഇലോൺ മാസ്ക് ഒക്കെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ക്വിക്ക് ഡിസിഷൻസ് മേക്കേഴ്സ് ആണ്. പക്ഷേ ദേ ആർ
റിസർച്ചിങ് ആൻഡ് മേക്കിംഗ് റിസർച്ച് ചെയ്യും ആൻഡ് സ്റ്റഡി ചെയ്യും. എന്നിട്ടാണ് അപ്പോൾ 365 അല്ലെങ്കിൽ 370 ബിസിനസ്സുണ്ട്, 380 ബിസിനസ്സുണ്ട്. പക്ഷെ എന്നാലും നന്നായിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടാണ് അവരൊക്കെ ഡിസിഷൻ എടുക്കുന്നത്. ആ എക്സ്പെർട്ടൈസ് എടുക്കാതെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തും കുറച്ചപ്പുറത്തുള്ള ആൾ ചിലപ്പോൾ അവർ മാനേജ്മെൻറ്റ് ബാക്കപ്പ് ഉള്ള ഒരു ഫാമിലി ആയിരിക്കും. അവരൊരു ഡിസിഷൻ, ഒരു മണി ഡിസിഷൻ എടുക്കും. അവർ ചിലപ്പോൾ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടായിരിക്കും ആ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ ബ്ലൈൻഡായിട്ട് ഇത് കണ്ട് ഇമോഷണലി ഡിസിഷൻ എടുക്കുന്ന ഒരു നെയ്ബർ അപ്പുറത്തുണ്ടെന്ന് വിചാരിക്കുക. ഈ ഇമോഷണലി ഡിസിഷൻ എടുക്കുന്നവരുടെ കാര്യമാണ് പിന്നീട് റിഗ്രഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഈ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് പഠിച്ചെടുക്കാം. ഒരു ഡിസിഷൻ മേക്കിംഗ് മസിൽസ് ജിമ്മിൽ പോയി നമ്മൾ എങ്ങനെയാണോ ബോഡി മസിൽ ഉണ്ടാക്കുന്ന പോലെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മസിൽസ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതായത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ഈവൻ ദോ നമ്മളിപ്പം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം നമ്മളെടുത്ത ചില ഡിസിഷൻസ് റോങ് ആയിപ്പോയി എന്ന് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ നമ്മൾ ഇനി ഒരു ഡിസിഷൻ എടുക്കുമ്പം എങ്ങനെയാണ് നമ്മുടെ തോട്ട്സിനെ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ സെഷൻ പറയുന്നത്. പിന്നെ ഒരു ഗ്രാമത്തിൽ 6 ഫ്രണ്ട്സ് ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവർ ഗ്രാമത്തിൽ വണ്ടി ഇറങ്ങി, അവരുടെ കയ്യിൽ ടോർച്ചില്ല. അവരെത്തിയപ്പോൾ 2 മണിയായി. ടോർച്ചില്ല, ലൈറ്റ് പ്രകാശം ഉള്ള ഒരു സാധനവും കയ്യിലില്ല. ആരും സ്മോക്ക് ചെയ്യുന്നവരല്ല. അപ്പോൾ അവരിറങ്ങി ഇങ്ങനെ പരസ്പരം കൈ ഹോൾഡ് ചെയ്ത് പിടിച്ച് 6 പേരും കൂടെ ആ ഗ്രാമത്തിലേക്ക് നടക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിലാവ് വരുമായിരിക്കാം, പക്ഷേ അത് നിലാവുള്ള ഒരു രാത്രിയല്ല. നമ്മളല്ലേ ഇന്നേക്ക് എന്തോന്നു ഇല്ല സിനിമയിൽ പറയും ദുർഗാഷ്ടമി. അതെ, ഇന്നേക്ക് ദുർഗാഷ്ടമി. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ കൈ പിടിച്ച് പോയാലേ രക്ഷയുള്ളൂ. അങ്ങനെ പോവാണ്. പെട്ടെന്ന് എന്തോ ഒരു സ്ട്രേഞ്ച് ഒരു സാധനം അവരുടെ ഫ്രണ്ടിൽ നീണ്ടു വന്നു. അപ്പോൾ ആദ്യത്തെ ആളെ പിടിച്ചിട്ട് പറഞ്ഞു ഇതൊരു റോപ്പ് പോലെ ഉണ്ട്, ഇതൊരു കയറാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ആളെ പിടിച്ചിട്ട് പറഞ്ഞു ഇല്ല, ഇതൊരു കുന്തമാണല്ലോ, ഇത് കയറല്ല, കുന്തമാണ്. മൂന്നാമത്തെ ആൾ പിടിച്ചിട്ട് പറഞ്ഞു അയ്യോ അത് രണ്ടുമല്ല, ഇത് വേറെ എന്തോ ഒരു സാധനമാണ്, ഒരു ഇരുമ്പിൻ്റെ എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞു. നാലാമത്തെ ആൾ പിടിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇതൊരു പാമ്പാണ്, അതൊന്നുമല്ല, ഇത് പാമ്പാണ്. അഞ്ചാമത്തെ ആൾ പറഞ്ഞു ഇത് പാമ്പല്ല, റബ്ബറിൻ്റെ എന്തോ ഒരു സാധനമാണ്, കുഴപ്പമില്ല, നമുക്കിത് പിടിച്ചു പോയാൽ. ആറാമത്തെ ആൾ പറഞ്ഞു ഇത് റബ്ബർ അല്ല, ഇത് വേറെ എന്തോ ഒരു പ്രശ്നമുള്ള സാധനമാണ്, ഇത് മൂവ് ചെയ്യുന്ന എന്തോ ഒരു സാധനമാണെന്ന്. അപ്പോൾ അതുവഴി ഇവരുടെ സംഭാഷണം കേട്ട് വേറെ ആളവിടുന്ന് വരികയാണ്. അയാളൊരു പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ സംഭാഷണം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇവർ ഓരോരുത്തരും പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തീപ്പെട്ടി കമ്പൊന്ന് വരച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഈ 6 പേരും കാണുന്നത് ഇതൊരു ആരയുടെ തുമ്പിക്ക് നീണ്ടു വന്ന് നിൽക്കുന്നതാണെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മൾ ഓരോരുത്തരും ബ്ലൈൻഡ് ആയിരിക്കുമ്പോൾ, കണ്ണടച്ചിരിക്കുമ്പോൾ ഓരോന്നാണ് പെർസീവ് ചെയ്യുന്നത്. അത് ഒരാളുടെ അനുഭവമല്ല അടുത്തൊരാൾക്ക്. അപ്പോൾ നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി അതിനെ എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു, ഒന്നുകൂടി പഠിക്കണമായിരുന്നു. ഇതാണ് 6 ഹാറ്റ്സ് ഓഫ് തിങ്കിങ്. നമ്മൾ ഒരിക്കലും ജമ്പ് ഇൻ ടു കൺക്ലൂഷനിലേക്ക് പോകരുത്. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾ എല്ലാ രീതിയിലും അതിനെ മനസ്സിലാക്കണം. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈഫ് ഡിസിഷൻ അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളൊരു കരിയറിലേക്ക് പോകുമ്പോൾ, അതല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ, അവിടെയൊക്കെ ഒരു ബാലൻസ്ഡ് തിങ്കിങ് നമ്മൾ വേണം. ഒരു ബാലൻസ്ഡ് തിങ്കിങ് ആൻഡ് ഇമോഷൻ, ഇത് രണ്ടും വേണം. അപ്പോൾ ബ്രെയിൻ L1 L2 R1 R2, അതായത് ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ, രണ്ട് ഡയമെൻഷൻസ്. അത് തന്നെ അപ്പർ ലെഫ്റ്റ് ലോവർ ലെഫ്റ്റ്, അപ്പർ റൈറ്റ് ലോവർ റൈറ്റ്. അപ്പോൾ ഈ 4 ഇപ്പോൾ ഏതെങ്കിലും 2 ഡോമിനേറ്റ് ചെയ്തിരിക്കും ഏതെങ്കിലും എല്ലാ വ്യക്തികൾക്കും. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ 3 കാണും. അപ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആ ഒരൊറ്റ പെർസ്പെക്റ്റീവ്, ലോജിക്കൽ പേഴ്സണാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അയാൾ ആ ലോജിക്ക് മാത്രം വെച്ചിട്ടേ എടുക്കുള്ളൂ.
അപ്പം ഇത് എല്ലാ ഏരിയയിലും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു 6 ഏരിയ കണക്ട് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പഠിച്ചാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ്. നമ്മൾ ആർഗ്യുമെന്റ് ഇപ്പം നമ്മൾ പറയില്ലേ, ചിലയിടത്തൊക്കെ പോയി നമ്മൾ ബ്ലൈൻഡായിട്ട് ആർഗ്യൂ ചെയ്യും. ഒരു ലോജിക്കൽ പേഴ്സൺ കാണുന്ന ഒരു കാര്യം അയാളുടെ ഒരു അപ്രോച്ചും ഇംപ്രഷൻസും മെമ്മറീസും അയാളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസും അയാളുടെ പ്രയോറിറ്റിയും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അബ്സല്യൂട്ട് ലോജിക്കലായിരിക്കും. അയാൾക്ക് ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം അയാൾക്ക് വർക്കാവില്ല. ഒരു ആർട്ടോ അബ്സല്യൂട്ട് ഇമോഷണൽ പേഴ്സണാണ്. അവർ എമ്പതി അല്ലെങ്കിൽ ലവിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ വേറെ ആൾക്ക് എന്ത് ഫീൽ ചെയ്യും, എൻ്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കും, മറ്റൊരാൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്യും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇപ്പുറത്തൊക്കെ ഫീലിങ്ങേ ഇല്ല. ഈ രണ്ട് വ്യക്തികൾ ആർഗ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പം ഈ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൂൾ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആർഗ്യുമെൻറ്റ് കുറയ്ക്കാൻ പറ്റും, ഡിസിഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി നമുക്ക് കൂടും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റെപ്സിലും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ നമ്മുടെ ഇമോഷനും ലോജിക്കും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ നമുക്ക് സാധിക്കും. ഇമോഷൻസ് ആൻഡ് ലോജിക്ക് അത് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ബിസിനസ്സിലാണെങ്കിലും കോർപ്പറേറ്റ്സിൽ, കോച്ചിങ്ങിൽ, ലീഡർഷിപ്പിൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പോകാം. യെസ് യെസ്, യെസ് ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറിനെ നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അപ്പോൾ അദ്ദേഹം കയറിപ്പോരിൻ കൂട്ടുകാരെ ബേപ്പൂർ സുൽത്താൻ്റെ കോട്ടയിലേക്ക് എന്ന് പറയുന്ന പോലെ ഉബണ്ടുവിലേക്ക് കയറിപ്പോരിൻ എന്ന് ഞാൻ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി പെട്ടെന്ന്. ഭയങ്കര രസമാണ് അയാൾ അത് പറയുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, 6 തിങ്കിങ് ഹാക്ക്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, വൈറ്റ് ഹാറ്റിനെ കുറിച്ച് എടുക്കാം. വെള്ളത്തൊപ്പി എന്ന് മനസ്സിൽ കണ്ടാൽ മതി. അത് എപ്പോഴും വൈറ്റ് ഹാറ്റ് തിങ്കിങ് എന്ന് പറയുന്ന ഫാക്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ആണ്. ഫാക്റ്റ് ആൻഡ് ഇൻഫർമേഷൻ അത് ഇപ്പോൾ വൈറ്റ് ഹാറ്റ് തിങ്കിങ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു ഫോക്കസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഫാക്റ്റ് എടുക്കണം, എവിഡൻസ് എടുക്കണം, ഇൻഫർമേഷൻ എടുക്കണം, എന്തിനാണെങ്കിലും. അതിന് ഏറ്റവും എളുപ്പമുള്ള 3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. വാട്ട് ഡു വി നോ? ഇതിൽ എനിക്ക് എന്തൊക്കെ അറിയണം? ഈ ഒരു കാര്യം മുന്നോട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? വാട്ട് ഇൻഫർമേഷൻ ഈസ് മിസ്സിങ്? എഴുതി വെച്ച് നോക്കുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫണ്ട് എങ്ങനെ ചെയ്യും, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യും, ആഡ് എങ്ങനെ കൊടുക്കും, സെയിൽസ് എങ്ങനെ ഉണ്ടാക്കാം, പ്രൊഡക്ഷൻ ഓർ സർവീസ് എങ്ങനെ ഉണ്ടാക്കാം, സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എത്ര സിസ്റ്റം ഇനിഷ്യലി വേണം, ഇതൊക്കെ ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇൻഫർമേഷൻ ഈസ് മിസ്സിങ്? എല്ലാം ഉണ്ടോ ഇതിനകത്ത്? ചെക്ക് ചെയ്യുക. കല്യാണക്കാരി എടുത്താലോ, കല്യാണക്കാര്യത്തിൽ ഇതെങ്ങനെയാണ്, അവരെക്കുറിച്ച് എന്തൊക്കെ നമ്മൾ അറിയണം, പയ്യനെക്കുറിച്ച് എന്തൊക്കെ അറിയണം, അല്ലെങ്കിൽ പെൺകുട്ടിയെക്കുറിച്ച് എന്തൊക്കെ അറിയണം, എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ, എഡ്യൂക്കേഷൻ നോക്കിയിട്ടുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടുണ്ടോ, ഇനി അവരുടെ ആൻസിസ്റ്റേഴ്സ് ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ. വാട്ട് ഫാക്ട്സ് ആർ അവൈലബിൾ? നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഇപ്പോൾ ഒരു സാധനം തുടങ്ങുമ്പോൾ എന്തൊക്കെ വേണം, എന്തൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ്? മൂന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചു. ഇതാണ് വൈറ്റ് ഹാറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ആദ്യത്തെ അത് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് സൈസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കോസ്റ്റ് നോക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ, റിസർച്ച് എല്ലായിടത്തും ഒരു ബിസിനസ് ഐഡിയയിൽ നമ്മൾ ഇതെല്ലാം വേണം. ഒരു ബിസിനസ് ഐഡിയ ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ബിസിനസ് ഐഡിയയിൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡിയാണല്ലോ ആദ്യം നടത്തുന്നത്. അടുത്ത ഓരോരുത്തരുടെയും ഈ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിലുള്ള നിലവിലുള്ള കോസ്റ്റ് എത്രയാണ്, അപ്പോൾ എത്ര ആൾക്കാരാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, റിസർച്ച്. ഇതെല്ലാം നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നമ്മളത് ചെയ്യും. ഇത് നമ്മുടെ ഈ ഹാറ്റ് എന്താണെന്ന് പറയുക, ഇമോഷൻസും ഒപ്പീനിയൻസിനും റിമൂവ് ചെയ്യും. ഒരു കല്യാണാലോചന വരുമ്പോൾ 10 ഒപ്പീനിയൻ വരും. അയ്യോ, ആ കുടുംബത്തിലാണ്, നീ എന്തായാലും കല്യാണമൊക്കെ ഫിക്സ് ആക്കി വെച്ചാൽ ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇത്രേ പറയുള്ളൂ. ഈ കല്യാണം ഉറപ്പിക്കുന്നവർ, അയ്യോ അവരെന്തായിരിക്കും പറയുന്നത്, അയ്യോ ഒരു വാക്ക് ഇനി എൻ്റെ ഒപ്പീനിയൻ ഞാനായിട്ടൊന്നും പറയുന്നില്ല. അത് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ അവർക്ക് പറ്റത്തില്ല, നെഗറ്റീവ്. കല്യാണം ഉറപ്പിച്ചും കാണും, ബാക്കി തിരിച്ച് ഈ ഒരു ഒപ്പീനിയനും കേട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കല്യാണം ഉറപ്പിച്ചു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഹോളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ഉള്ളിൽ കിടക്കും. ഇതൊരു ഭയങ്കര കരടായിട്ട് കിടന്നിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തെങ്കിലും കാര്യം വരുമ്പോൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്
അത് ഡൈജസ്റ്റ് ചെയ്താതെ കിടക്കും. ഒപ്പീനിയനും ഇമോഷനും നമുക്ക് പുറന്തള്ളി കളയാൻ ഈ വൈറ്റ് ഹാറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ വൈറ്റ് ഹാറ്റ്? ക്ലിയർ ക്ലിയർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ പറയൂ. വാട്ട് ഡു വി നോ? എന്തൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് എനിക്കറിയാം. വാട്ട് ഇൻഫർമേഷൻ ഈസ് മിസ്സിങ്? അറിയുന്ന എന്തൊക്കെ മിസ്സിങ് ആണ്? ചില കാര്യം എനിക്ക് അറിയത്തില്ല. എന്തൊക്കെയാണ് മിസ്സിങ്? നമ്മൾ അറിയേണ്ടത് എനിക്കറിയാം. നമ്മൾ ലിസ്റ്റ് ചെയ്യും അറിയേണ്ട കാര്യങ്ങൾ. ദെൻ വാട്ട് ഇൻഫർമേഷൻ ഈസ് മിസ്സിങ്? ഇല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണ്. വൈറ്റ് ഹാറ്റിൽ വെച്ചിട്ട് ചിന്തിക്കുകയാണ്. അടുത്തത് വാട്ട് ഫാക്ട്സ് ആർ അവൈലബിൾ? ഇപ്പം കിട്ടിയിട്ടുള്ള എന്താണ്? അപ്പം ഇനിയും കിട്ടേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതാണ് ആദ്യത്തെ. ഇപ്പൊ ഇത് മാത്രം വെച്ച് കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നില്ല. ഇത്രയും നമ്മൾ ചെയ്തു, വൈറ്റ് ഹാറ്റ് അപ്ലൈ ചെയ്തു. ആ തൊപ്പി ഊരി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത തൊപ്പി എടുത്ത് വെക്കാം. അടുത്ത തൊപ്പി ഏതാ തൊപ്പി ആയിരിക്കും? ഇത്രയും ചെയ്യുമ്പോൾ നോർമലി വരുന്ന സാധനം എന്താണ്? ബ്ലാക്ക് ഹാറ്റോ? ഏതാണ്? ബ്ലാക്ക് ഹാറ്റോ? ബ്ലാക്ക് പെട്ടെന്ന് കയറി വരത്തില്ലല്ലോ. ഓക്കെ. നമ്മളൊരു ബിസിനസ് ഇങ്ങനെ ചിന്തിക്കുക. ഒരു ബിസിനസ് തുടങ്ങാൻ പോകണം, അതോ കല്യാണാലോചന വേണോ? ഏത് വേണം? കല്യാണം ഉണ്ട് ഇതിന്. കല്യാണാലോചന. പിന്നെ R2 ആണ് കേട്ടോ സബീർ സാർ. ആർട്ട് എന്ന് പറഞ്ഞാല് ഹാർട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ബ്രെയിൻ, റൈറ്റ് ഇമോഷണൽ പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, ഓക്കെ. ശരിയാണ്. അപ്പോൾ കല്യാണാലോചനയിൽ നമ്മൾ കല്യാണം ആലോചിക്കുന്നു. കല്യാണം ആലോചിച്ച് അപ്പോൾ ഒരു ഇങ്ങനെ പെൺകുട്ടിയുടെ അടുത്ത് കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നോക്കിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി. ഇങ്ങനെ ഇരിക്കുകയാണ്. കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ ഇൻഫർമേഷനൊക്കെ കിട്ടി. ഓക്കെ, നമ്മൾ തീരുമാനം എടുക്കാം എന്ന് വരുമ്പം അടുത്ത വരുന്ന നമ്മളെ ഉള്ളിലേക്ക് വരുന്നത് കുറേ കാര്യങ്ങളാണ്. അതായത് ചില ഇൻഡ്യൂഷൻസ്. ഇത് വേണോ വേണ്ടേ? ഇത് നടക്കുമോ നടക്കൂലേ? ഇത് നടന്നാൽ എന്താവും? ഇമോഷൻസും ഇൻറ്റ്യൂഷനുമാണ് രണ്ടാമത്. അത് റെഡ് ഹാറ്റാണ് ഇമോഷനും ഇൻറ്റ്യൂഷനും. അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫീലിംഗ്, ഗട്ട് റിയാക്ഷൻസ്. പെട്ടെന്ന് എനിക്കൊരു ഗട്ട് ഫീലിംഗ് വരുന്നു. ഇത് ഒന്ന് പോസ് ചെയ്യണം. ചിലർ പറയാറില്ലേ, ഇതൊന്ന് പോസ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ആ മറ്റേ വന്ന ആലോചനയോട് ഒന്ന് നോക്കാം. എനിക്കൊരു ഗട്ട് ഫീലിംഗ് വരുന്നു, ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു 2 വീക്സ് എടുത്തൊന്ന് ആലോചന ചെയ്യാതെ മതി. ചിലർക്കൊക്കെ അത് പറയും, ഇൻറ്റ്യൂഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതാണ്: ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ദിസ്? ഇതിനെക്കുറിച്ച് എൻ്റെ പ്രൈമാ ഫേസിൽ വരുന്ന ഫീലിംഗ് ആണോ? എനിക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കണം. എഴുതി ചോദിക്കണം. ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ദിസ്? വാട്ട് ഈസ് മൈ ഇൻസ്റ്റിങ്ക്റ്റ്? എൻ്റെ യഥാർത്ഥത്തിലുള്ളിൽ നിന്ന് വരുന്ന കാര്യം എന്താണ്? ചിലപ്പോൾ മറ്റുള്ള ഒപ്പീനിയൻ കേട്ടിട്ടാണോ വരുന്നത്, അതോ വേറെന്തെങ്കിലും ആണോ? ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഒപ്പീനിയൻ വരുന്നുണ്ടാവും. എൻ്റെ യഥാർത്ഥ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്? ചിലപ്പോൾ നമ്മൾ ഓരോ ബിസിനസ് ഐഡിയ ആണെങ്കിൽ, ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ ഐ ഫീൽ എക്സൈറ്റഡ് എന്ന് നമുക്ക് തോന്നും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നും, ഈ ബിസിനസ് അടിപൊളിയാവും. ചിലപ്പം നമുക്ക് ചിലപ്പോൾ കല്യാണാലോചന അല്ലെങ്കിൽ വേറൊരു ബിസിനസ് അല്ലെങ്കിൽ കല്യാണാലോചന, ഐ ഫീൽ ഇറ്റ് വിൽ മേ ബി സം റിസ്ക് ഇൻസൈഡ്. ഇത് എടുക്കുന്ന ഒരു റിസ്ക് ആണ്. നമ്മൾ ഇങ്ങനെ ചോദിച്ചാലാണ് നമുക്ക് കിട്ടുക. ആ തൊപ്പിയെടുത്ത് വെച്ച് മനസ്സിലാ തൊപ്പിയെടുത്ത് വെക്കണം. ലിറ്ററലി ഞാനൊരു വർക്ക്ഷോപ്പിൽ ഈ ഒരു സംഭവം 6 ഹാറ്റ്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നമുക്ക് കൃത്യമായിട്ട് ആ ഫീലിംഗ് റെസോണേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫിസിക്കലി ആ സംഭവം കൂടെ വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ കണക്ട് ചെയ്യും വളരെ പെട്ടെന്ന്. കിനസ്തെറ്റിക് ഫീൽ കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു കാര്യം, അവിടെ നമ്മുടെ ഫീലിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യും ഈ റെഡ് ഹാറ്റ് യൂസ് ചെയ്താൽ. അടുത്ത ഹാറ്റാണ് സബീർ സാർ പറഞ്ഞ ബ്ലാക്ക് ഹാറ്റ്. അവിടെ ഒരു ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ കോഷനും റിസ്ക്കുമാണ്. ഒരു റിസ്ക്, അതായത് ഇതിനകത്തേക്ക് വരുന്ന മൈൻഡ് എപ്പോഴും ആ ഹാറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ ഹാറ്റ് എന്ന് പറയുന്നത് ഓരോ തോട്ട് പ്രോസസ്സാണ്. നമ്മളിതെല്ലാ തോട്ട് പ്രോസസ്സിലൂടെയും ചിലപ്പോൾ കടന്നു പോകത്തില്ല. ഇമോഷണൽ ബ്രെയിൻകാർ രണ്ടാമത്തെ സ്റ്റെപ്പിലൊക്കെ വെച്ച് ചിലപ്പോൾ ഡിസിഷൻ എടുക്കും.
ഈ അതായത് ലോജിക്കൽക്കാര് ചിലപ്പം ഇമോഷൻസേ നോക്കത്തില്ല, ബാക്കിയുള്ളത് മാത്രം നോക്കും. ബാക്ക്ഗ്രൗണ്ട് എത്രയുണ്ട്, നമ്പേഴ്സ് എത്രയുണ്ട്, ആസറ്റ്സ് എത്രയുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് അവരുടെ. ചിലർ L2 ആണെങ്കിൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകും. ഒരു 3-4 നോവൽ എഴുതുന്ന പോലെ എഴുതി വെക്കും, ഡീറ്റെയിലിങ്ങിലേക്ക് പോകും. സോ അപ്പോൾ ഇത് എല്ലാ രീതിയിലും ചിന്തിക്കുമ്പോഴാണ് നല്ല ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് തോട്ട്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും കോഷൻ ഉണ്ടോ, റിസ്ക് ഉണ്ടോ, പ്രോബ്ലംസ്, ഡേഞ്ചേഴ്സ്, വീക്ക്നെസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സ് പോകും. അപ്പോൾ ചിലർക്ക് ഇതിൽ മാത്രം മനസ്സ് പോകുന്നവരുണ്ട്. അബ്സല്യൂട്ട് നെഗറ്റീവ് ഒക്കെ ആകുമ്പോൾ ഇതിലേക്ക് പോകും, വേറൊന്നും ചിന്തിക്കത്തില്ല. ഇതിലെന്താണ് മോശം, വാട്ട് കുഡ് ഗോ റോങ്, ഇതിലെന്താണ് മോശമായിട്ട് പോകാൻ പോകുന്നത്? ഒന്നാമത്തെ ചോദ്യം, വാട്ട് കുഡ് ഗോ റോങ്, വാട്ട് മൈറ്റ് ദിസ് ഫെയിൽ. ഇത് എന്തായിരിക്കും, ഇത് സക്സസ് ആയില്ലെങ്കിൽ ഇത് എങ്ങനെ ഫെയിലിയർ ആകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതിലെ റിസ്ക് എന്താണ്, വാട്ട് ആർ ദ റിസ്ക്സ്? ഇതാണ് ആ ചോദ്യം. ബ്ലാക്ക് ഹാറ്റ്സിന്റെ തിങ്കിങ്ങിൽ ആ ചോദ്യം വരണം. ഫിനാൻഷ്യൽ R2 നല്ലതാണ് കേട്ടോ. സബീർ സാറ് ഷോക്കായിട്ടിരിക്കേണ്ട. ഞാൻ R2 പേഴ്സൺ ആണ്. കോച്ചിങ്ങിൽ R2 ആൻഡ് L1 ആണ് ഞാൻ. കോച്ചിങ്ങിൽ നല്ലതാണ് R2. വളരെ സെയിൽസിൽ നന്നായിട്ട് R2 ചെയ്യാൻ പറ്റും. എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് R2ലാണ് ഏറ്റവും നന്നായി ചെയ്യാൻ പോകുന്നത്. ഇപ്പം കമ്പനികളെ ലോജിക്കൽ പീപ്പിളിനെ പിടിച്ചിരുത്തി R2ലേക്ക് ആക്കുന്നുണ്ട്. കാരണം R2 ഇല്ലാതെ കൊളാബറേഷൻ പറ്റത്തില്ല. R2 ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്, ബട്ട് വി നീഡ് ടു ഡു സം ലോജിക്കൽ വർക്ക് ഓൾസോ. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഗുഡ്. അത് 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 നല്ലതാണ്. അങ്ങനെ തന്നെ ചെയ്തു, എല്ലാം നല്ലതാണ്. നല്ല റിലേഷൻസ് ഉണ്ടാവും. യെസ്, നല്ല റിലേഷൻസ് ഉണ്ടാവും. വാട്ട് ആർ ദ റിസ്ക്സ്, നമ്മുടെ റിസ്ക്സ് ഒക്കെ എന്തൊക്കെയാണ് അവിടെ നമ്മളത് ചോദിക്കണം. ബ്ലാക്ക് ഹാറ്റ് തിങ്കിങ് അല്ല, അതാണ് ചോദിക്കേണ്ടത്. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ ടൈമിൽ എനിക്ക് ഇത്ര ടൈമിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ, ഈ ടൈമിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുമോ. അതുപോലെ ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ലീഗൽ ഇഷ്യൂസ്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബിസിനസ് ആണെങ്കിൽ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലീഗൽ ഇത് എന്തൊക്കെ നമ്മൾ നോക്കണം. ഈ ഒരു തോട്ട്, ഈ ഒരു ബ്ലാക്ക് ഹാറ്റ് തിങ്കിങ് ഉണ്ടെങ്കിലേ നമ്മൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ. അതും കൂടെ കൊണ്ടുവരണം. ഫുൾ ഡിസിഷൻ മേക്കിംഗ്, പവർഫുൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഇത് മിസ്റ്റേക്കും ബ്ലൈൻഡ് ഓപ്റ്റിമിസത്തിൽ നിന്ന് നമ്മളെ തടക്കും. ചിലർ ഭയങ്കര ബ്ലൈൻഡ് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ചില സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട്, നിങ്ങൾ ഇപ്പോഴും എംപ്ലോയി ആയിട്ടിരിക്കുകയാണോ, എംപ്ലോയി മൈൻഡ് സെറ്റ് ജീവിച്ചിരിക്കുകയാണോ, നിങ്ങളുടെ ലൈഫ് പോയി, നിങ്ങൾ ഇന്ന് നാളെ ഓൺടർപ്രണറാണ്, ബിസിനസ്സുകാരനാണ്, ഇങ്ങനെ മനസ്സിങ്ങനെ കയറി തീ പിടിപ്പിച്ച് വിടും. ബ്ലൈൻഡ് ഓപ്റ്റിമിസം ആണത്. മോട്ടിവേഷൻ കയറിയിട്ട് അടുത്ത ദിവസം പോയി നല്ല മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി കൊണ്ട് റിസൈൻ എടുത്തിട്ട് കുറേ കാലം കൊണ്ട് ആ മാനേജറുടെ അടുത്ത് ദേഷ്യമുണ്ട്. എടുത്തെങ്കിൽ സിനിമ സ്റ്റൈലിൽ റെസിഗ്നേഷൻ ലെറ്റർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. 6 മാസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ നീ എന്നെ ഇപ്പം ഇന്നസെൻ്റ് ഇപ്പ ഇമ്മ ഇബ്ബ എന്ന് പറയത്തില്ലേ, പഠിപ്പിക്കുമെന്ന് പറയത്തില്ലേ, അതേപോലെ 6 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ സാറെന്ന്, ഞാൻ എന്നെ കാണുമ്പോൾ ചാടി എഴുന്നിട്ട് നീ എന്നെ റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞാൻ വരുമെന്ന് പറഞ്ഞ് ആവേശം എടുത്ത് കീറി എറിഞ്ഞു കൊടുക്കും റെസിഗ്നേഷൻ ലെറ്റർ. അതാണ് ഈ ആൾക്കാർ ഈ ഒരു മിസ്റ്റേക്ക് ആൻഡ് ബ്ലൈൻഡ് ഓപ്റ്റിമിസത്തിൻ്റെ പുറകെ പോകും. മറ്റുള്ളവർ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചില പുരുഷന്മാരുണ്ട്, എത്രയോ കേസുകളുണ്ട്, സ്ത്രീകളിലും ഉണ്ട്. ചില അതായത് സ്ത്രീകളുടെ ചില വളരെ ക്യൂരിയസ് ആയി കല്യാണം കഴിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ പറയാം, അന്നേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അവളുടെ മൂക്കിന് ഭയങ്കര നീളമാണ്, അല്ലെങ്കിൽ അവരുടെ കാലുകളുടെ വിരലുകൾ തള്ളവിരലേക്കാൾ നീണ്ടിരിക്കുന്നു, രണ്ടാമത്തെ വിരൽ അനുസരിക്കത്തില്ല, പക്ഷെ ഞാനത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർ ബ്ലൈൻഡായിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഇതിലൊന്നും ഒരു ശാസ്ത്രീയതയില്ല. ഒന്നിലും പിന്നെ ജാതകത്തിൻ്റെ കാര്യത്തിലും അതിലേക്ക് കടക്കുന്നില്ല. അതെല്ലാം പ്രൊഫസി, മേ ബി ഇത് വിശ്വസിക്കുന്നവർക്ക് ഇറ്റ്സ് ഗുഡ്, അതെല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എനിവേ, ഈ മിസ്റ്റേക്കും ബ്ലൈൻഡ് ഓപ്റ്റിമിസവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് യെല്ലോ ഹാറ്റ് ആണ്. യെല്ലോ ഹാറ്റ് എന്തായിരിക്കും? യെല്ലോ ഹാറ്റ് എന്തായിരിക്കും? യെല്ലോ ഹാറ്റ് പോണോ വേണ്ടയോ, സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംഭവം അല്ല, ചെയ്യണം. അതിന് മുമ്പായിട്ടുണ്ട്.
എങ്ങനെ? ഗ്രീന് തൊട്ട് മുമ്പായിട്ടുള്ള ഗ്രീൻ സിഗ്നലിന് തൊട്ട് മുമ്പായിട്ടുള്ള ഇത് ആരാ പറഞ്ഞത്? ദിവ്യയാണോ പറഞ്ഞത്? എല്ലാം ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാന്നല്ലോ. ട്രാഫിക്കിൽ എല്ലാം എല്ലാം എന്താണ്? ഗ്രീന് മുമ്പായിട്ട് റെഡി ആയിക്കോ റെഡി ആയിക്കോ, ഗെറ്റ് റെഡി ആ, എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ എല്ലാം വരുന്നത് ബെനിഫിറ്റും പോസിറ്റിവിറ്റിയാണ്. നമ്മൾ അത് അപ്പൊ ഇത് ഫോക്കസ് ചെയ്യേണ്ട വാല്യൂ. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഗോളുമായിട്ട് അലൈൻഡ് അല്ലാത്ത വാല്യൂ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനൊക്കെ കട്ടറി കൊണ്ട് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തിടണം. എൻ്റെ ഗോളുമായിട്ട് അലൈൻഡ് ആകാത്ത ഏതെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ വടം വെച്ച് വലിച്ച് ബാക്കിലോട്ട് കൊണ്ടുപോകും. വാല്യൂ അലൈൻഡ് അല്ലെങ്കിൽ സക്സസ് ആകാൻ പറ്റത്തില്ല. ഇപ്പോൾ കോച്ച് ആകാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഒരു കോച്ചിന് അതിൻ്റെ ഐഡൻറ്റിറ്റിയിൽ അലൈൻഡ് ആവുന്ന വാല്യൂ നമുക്ക് പാടുള്ളൂ. അതല്ലാത്ത ഏതെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഐഡൻറ്റിറ്റിയിലേക്ക് എത്തത്തില്ല. അബൻഡൻസ്, ഐ ആം എൻ അബൻഡൻറ്റ് പേഴ്സൺ, അഫർമേഷൻ പറയാണ്. ആ ഐഡൻറ്റിറ്റിയാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ എൻ്റെയിലുള്ള വാല്യൂ അതുമായിട്ട് അലൈൻഡ് അല്ല, നമ്മൾ അവിടെ എത്തത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യണം. അതേപോലെ നമ്മൾ വാല്യൂവിൽ ഫോക്കസ് ചെയ്യുന്നു. യെല്ലോ ഹാറ്റ് എന്ന് പറയുന്നത് വാല്യൂ, ബെനിഫിറ്റ്, ഓപ്പർച്യൂണിറ്റി, ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഫോക്കസ് ചെയ്ത് തിങ്ക് ചെയ്യണം നമ്മൾ. ഈ ഒരു കല്യാണാലോചനയുമായിട്ട് മുന്നോട്ട് പോയാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഒരു ബിസിനസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇത് വൈ മൈറ്റ് ദിസ് സക്സീഡ്? ഇത് എന്തുകൊണ്ട് സക്സസ് ആകണം? ഇത് എന്തുകൊണ്ട് സക്സസ് ആകും? ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്? വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി ഹിയർ? ഇതിലുള്ള ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ എന്താണ്? ഈ ഒരു തോട്ട് നമ്മൾ എടുക്കണം. ഏത് കാര്യം ഡിസിഷൻ, ഇപ്പോൾ കുട്ടികളുടെ അഡ്മിഷൻ ആണെങ്കിലും തുടർ പഠനമാണെങ്കിലും നമ്മൾ കരിയർ ചേഞ്ച് വരുമ്പോഴൊക്കെ നമ്മളിത് ഓപ്റ്റ് ചെയ്യണം. ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്, വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ സംഭവം എടുത്ത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ റിസ്ക് ഫാക്ടർ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കോച്ചിങ്ങിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാം, ഒരു ബിസിനസ്സിലാണെങ്കിലും ഇങ്ങനെ വയ്ക്കാം. മാർക്കറ്റിൽ ഡിമാൻഡുള്ള കാര്യങ്ങൾ എന്താണ്? മാർക്കറ്റ് ഡിമാൻഡ് എത്രയുണ്ട് ഇപ്പോൾ? ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? അതുപോലെ തന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഞാൻ ഇറക്കുമ്പോൾ? സോഷ്യൽ ഇമ്പാക്റ്റ്. ഈ മാരേജുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രമാത്രം ഞാൻ ഡിഗ്നിഫൈഡ് ആകും? എനിക്ക് എൻ്റെ റിലേഷൻ, എൻ്റെ പേഴ്സണൽ വാല്യൂ, എൻ്റെ സോഷ്യൽ വാല്യൂ കൂടും. ആ ഒരു അലയൻസ് കൊണ്ട് ഞാൻ എത്രമാത്രം സ്ട്രോങ് ആകും? അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ റേറ്റ് തന്നെയാണ് എനിക്ക് മുന്നോട്ട് വളരാനുള്ള, അല്ലെങ്കിൽ എൻ്റെ മകനോ മകൾക്കോ മുന്നോട്ട് പോകാനുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ എത്രയാണ്? കൊണ്ടുപോയാൽ ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അവിടെ പോയി അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ബിസിനസ്സാണോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കരിയറിൽ എങ്ങനെയാണ് ആ പയ്യൻ്റെ കരിയറുമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എത്രയാണെന്ന് ചിന്തിക്കുന്നത് ആ ഒരു ചിന്തയാണ്. അങ്ങനെ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ സോഷ്യലി മറ്റുള്ളവർ ഈ അലയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആളുകളുടെ അഭിപ്രായം എന്തായിരിക്കും? സോഷ്യൽ ഇമ്പാക്റ്റ് ചെക്ക് ചെയ്യാം. അടുത്തതാണ് കറക്റ്റ് ദിവ്യ പറഞ്ഞ ഗ്രീൻ, യെല്ലോ കഴിഞ്ഞിട്ടുള്ള ഗ്രീൻ ഹാറ്റ്. ഗ്രീൻ ഹാറ്റ് എന്തായിരിക്കും? ഗ്രീൻ ഹാറ്റ് തോട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയും ഇന്നൊവേഷനുമാണ്. അപ്പോൾ അവിടെയും നമ്മൾ ന്യൂ ഐഡിയയുടെ പോസിബിലിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കാലഘട്ടം മാറി പോസിബിലിറ്റി തിങ്കിങ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടത്, പോസിറ്റീവ് തിങ്കിങ് അല്ല. ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രശ്നം ബ്ലൈൻഡ് ഓപ്റ്റിമിസവും ബ്ലൈൻഡ് പോസിറ്റിവിറ്റിയിലേക്കും എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്നറിയാം. നാളെ ശരിയാവും, എനിക്ക് കാശ് വരുമ്പോൾ ഞാൻ അതെല്ലാം ചെയ്യാം. 32 വർഷമായിട്ട് ഒരു ലേഡീൻ്റെ അടുത്ത് പറഞ്ഞാണ്, 32 വർഷമായിട്ട് അയാളിൻ്റെ അടുത്ത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാശ് വരട്ടെ, നിൻ്റെ എല്ലാ സ്വപ്നവും ഞാൻ പൂ പണിയിപ്പിച്ച് തരും എന്ന് പറയുന്നത്. ഇന്ന് വരെ മാഡം ഒരു കാര്യം ചെയ്തിട്ട് അയാൾ പറയുന്ന കാശ് വരട്ടെ എന്നാണ്. കാശ് വരുമ്പോൾ ആൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയി നന്നായിട്ട് കുടിക്കും, പ്രശ്നം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കൂട്ടുകാരോട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യം ചെയ്യും, കാശ് വരട്ടെ. ഇത് ബ്ലൈൻഡ് ഓപ്റ്റിമിസമാണ്. ഈ പോസിറ്റീവ് തോട്ട്സ് ഓക്കെയാണ്, പക്ഷേ പോസിബിലിറ്റി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? ആക്ഷൻ ഇല്ലാത്ത പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് വെറും വേസ്റ്റാണ്. വെറും പോസിറ്റീവ് എല്ലാം ശരിയാവും,
രാവിലെ ഉച്ചയ്ക്ക് പറയണം വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. വൈകുന്നേരം പറയും എല്ലാം ശരിയാവും, പിറ്റെന്നും പറയും എല്ലാം ശരിയാവും. ഇങ്ങനെ പറയുന്നതാണോ പോസിറ്റിവിറ്റി? നോ. ആക്ഷൻ ഇല്ലാത്ത പോസിറ്റീവ് തോട്ട്സ് ജസ്റ്റ് വേസ്റ്റ്, ജസ്റ്റ് വേസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനുമാണ്, ന്യൂ ഐഡിയാസും പോസിബിലിറ്റീസുമാണ്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ട്, ഇതല്ലാതെ കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്. വാട്ട് ക്രിയേറ്റീവ് ഐഡിയാസ് ക്യാൻ വി ട്രൈ? വേറെ എന്ത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും? കുറച്ചുകൂടെ നന്നാക്കി വേറെ ഇങ്ങനെ കുറച്ചുകൂടെ എക്സ്ട്രാ മൈൽ എങ്ങനെ പോകാൻ പറ്റും? കുറച്ചുകൂടെ എക്സ്ട്രാ മൈലൊന്നും പോകാം. ഇപ്പം എക്സ്ട്രാ മൈൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം നോർമലാണ്, ന്യൂ നോർമൽ. പണ്ട് എക്സ്ട്രാ മൈൽ പോയവർക്ക് പെട്ടെന്ന് വിജയം. ഇപ്പം എല്ലാവരും എക്സ്ട്രാ മൈൽ ഓടുന്നവരാണ്. അപ്പോൾ 10x എക്സ്ട്രാ മൈൽ നമ്മൾ ഓടണം, ഇല്ലെങ്കിൽ രക്ഷയില്ല. 10x എക്സ്ട്രാ മൈൽ, അതാണ് പുതിയ ഇക്വേഷൻ. എക്സ്ട്രാ മൈൽ ന്യൂ നോർമൽ എന്നോ ആയിക്കഴിഞ്ഞു. കോവിഡ് കഴിഞ്ഞ് 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതായി. അപ്പോൾ ഹൗ ക്യാൻ വി ഡു ദിസ് ഡിഫറെൻ്റ്ലി? ഇതെങ്ങനെ എനിക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും? എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവർക്കല്ല സക്സസ്, വ്യത്യസ്തമായിട്ട് ഫീല് ചെയ്യുന്നവർക്കാണ് സക്സസ്. അവിടെയാണ് വ്യത്യസ്തമായി, വലിയ ചിന്തയ്ക്കല്ല, വലിയ ഫീലിങ്ങിനാണ് സക്സസ്. കാരണം ചിന്തിക്കാൻ എല്ലാവർക്കും അറിയാം, ചിന്തിച്ചു കൊണ്ടിട്ടിരുന്നിട്ട് കാര്യമില്ല. അത് എളുപ്പം പിടിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വ്യത്യസ്തമായിട്ട് വലുതായി ഫീൽ ചെയ്യാൻ പഠിക്കണം. ഇവിടെയാണ് ന്യൂ സ്ട്രാറ്റജീസ് ഉണ്ടാകുന്നത്. ഈ ഗ്രീൻ ഹാറ്റ് തോട്ടിലാണ് ന്യൂ സ്ട്രാറ്റജീസ് ഉണ്ടാകുന്നത്, ന്യൂ ബിസിനസ് മോഡൽ ഉണ്ടാകുന്നത്, ഇന്നവേറ്റീവ് അപ്രോച്ച് ഉണ്ടാകുന്നതെല്ലാം ഇവിടെയാണ്, എല്ലാം ഇവിടെയാണ്. ഓക്കെ, ഇന്നവേഷൻ ഹാറ്റ് എന്ന് നമുക്ക് പറയാം, ഗ്രീൻ ഹാറ്റ്. അപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഞാൻ ഇന്നവേഷൻ ഹാറ്റ് എടുത്തൊന്ന് വെച്ചോട്ടെ എന്ന് മറ്റുള്ളവർക്ക് പറയണം. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. എന്ത് പറയുന്നു? നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? ഒരു കോഴ്സ് ഇതുപോലെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ദിവസം തരണേ. എന്തിനാണ് ഒരു ദിവസം? ഇപ്പം മറുപടി വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ. ഇല്ല, ഞാൻ എൻ്റെ ആ ഒരു തൊപ്പി വീട്ടിലായിപ്പോയി. ഏത് തൊപ്പി? നീ ഹെൽമെറ്റ് വെച്ചിട്ടല്ലേ വന്നേക്കുന്നത്? ഇല്ല, എൻ്റെ ഒരു ഗ്രീൻ ഹാറ്റ് ഉണ്ട്, അതെടുത്ത് വെക്കാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയണം. ആണോ, അങ്ങനെയുണ്ട്? അതെന്താണ് ആ ഗ്രീൻ ഹാറ്റ്? പറഞ്ഞു കൊടുക്കണം, അവരും കൂടെ രക്ഷപ്പെട്ടോട്ടെ. നീയും കൂടെ ഒരു ഗ്രീൻ ഹാറ്റ് എടുത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയണം. കല്യാണാലോചന വരുമ്പോൾ, കല്യാണം കഴിച്ചവർക്ക് പ്രണയം വരുമ്പോഴൊക്കെ ഈ 6 തൊപ്പിയെടുത്ത് വെക്കുന്നത് അടികൊള്ളാതിരിക്കാൻ നമുക്ക് ഹെൽപ്ഫുള്ളാകും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പിന്നെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഹെൽപ്ഫുള്ളാകും. നമ്മൾ ആലോചിക്കുകയാണ്, ഇപ്പം ചിലരൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചിലരൊക്കെ ഈ ഹാറ്റൊക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാർക്ക് പണിയില്ലാതായേനെ അല്ലേ? എത്ര സോഷ്യൽ മീഡിയ മാത്രമല്ല, ചാനലുകൾക്കും പണിയില്ലാതായേനെ. ചാനലുകാരൊക്കെ എന്തോരം പണിയാണ് ഇപ്പോൾ എടുക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ന്യൂ സ്ട്രാറ്റജി, ന്യൂ ഐഡിയ, ന്യൂ അപ്രോച്ച്, ഇന്നവേറ്റീവ് ഹാറ്റ് അപ്ലൈ ചെയ്യണം. അടുത്ത ലാസ്റ്റാണ് ബ്ലൂ ഹാറ്റ്. ഈ ബ്ലൂ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ കളർ എന്ന് പറയുന്നത് ഏതാണെന്നറിയാം? ബ്ലൂ ആണ്. ബ്ലൂ ഭയങ്കര പവർഫുൾ കളറാണ്. കളറിനെ കുറിച്ച് വേറൊരു ദിവസം നമുക്ക് എടുക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ് കളറിൻ്റെ സൈക്കോളജി. എത്ര പേരെ കളറിൻ്റെ സൈക്കോളജി കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്? ചാറ്റ് ബോക്സിൽ മീ ഇടാമോ? അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാമോ? യെസ്. ഈ ചാറ്റ് ബോക്സ് നമ്മൾ ഈ ഇതിനകത്തെ സംഭവം എടുത്തിട്ട് ഇടണം, അതറിയില്ലേ? യെസ്, കറക്റ്റ്. അങ്ങനെ കൈ വരട്ടെ, ഹൈഫൈ കൈ. 2 പേരെ ഞാൻ കണ്ടുള്ളൂ ഇതുവരെ. ആ കൈയല്ല, ദേ ഇവിടെ ജൂലിയും ലക്ഷ്മി ഇട്ടേക്കുന്ന കൈ വരണം. യെസ്. നമ്മൾ എന്തുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഈ കൈ വരണമെന്ന് പറയുന്നത്? ഒരു ആക്ഷൻ ഇടയ്ക്കെടുക്കാനാണ്. ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇനിഷ്യേഷനിലേക്ക് വരികയാണ്. നൈസ്. ഈ കൈ കണ്ടുപിടിക്കൂ, ബാക്കിയുള്ള എല്ലാവരും ആ കൈ വേഗം കണ്ടുപിടിക്കണേ. ഓപ്ഷൻ ആണ്. അതന്നെ, റൈസ് ഹാൻഡ് ഓപ്ഷനാണ്. അത് തന്നെ ഞാൻ ഇടാൻ പറഞ്ഞു. ആ കൈ ഒന്ന് കണ്ടുപിടിക്കൂ, കാരണം ആ കൈ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്.
അറിയാത്തവരൊക്കെ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, ഗുഡ്, വെരി നൈസ്. അപ്പോൾ കളറിൻ്റെ സൈക്കോളജി നമ്മൾ ഉടനെ തന്നെ പഠിക്കുന്നതാണ്. കളർ സൈക്കോളജി നമുക്ക് പഠിക്കാം. അപ്പോൾ ബ്ലൂ ഹാറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് ബിഗ് പിക്ചറാണ്. അതായത് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ ടോട്ടലി ഒന്ന് മാനേജ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലൂ ഹാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗോൾ എന്താണ്, വാട്ട് ഇസ് അവർ ഗോൾ, ടോട്ടലി നമ്മൾ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു സാധനം ഇതാണ്. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ഷുഡ് ബി യൂസ് ദ നെക്സ്റ്റ്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, അടുത്ത ഏത് ഹാറ്റ് യൂസ് ചെയ്യണമെന്ന് നമ്മളിവിടെ ചിന്തിക്കാം. അടുത്തത് എന്ത് കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തണം, ഗോൾ എന്താണ്, ഞാൻ ഏത് ഹാറ്റിലാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടുന്നത്, ഞാൻ എവിടെ റീച്ച് ചെയ്യണം. ഇത് ഒരു ഫെസിലിറ്റേറ്റർ ഒരു ലീഡർഷിപ്പ് തിങ്കിങ് ആണ്. ഒരു ലീഡർഷിപ്പ് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് ഒരു ഹൈ തിങ്കിങ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, ഒരു ഹൈ തിങ്കിങ് പ്രോസസ്സ്. അപ്പോൾ ഇത് സെയിൽസിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു സംഭവമൊക്കെ. നമ്മൾ പെട്ടെന്ന് അനാലിസിസ് എടുക്കണം, പെട്ടെന്ന്. ശരത്തിന് സെയിൽസിൻ്റെ ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റുന്നൊരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എല്ലാ ഹാറ്റ്സും നമുക്ക് യൂസ് ചെയ്ത് ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ, ഇപ്പോൾ മെജോറിറ്റി കോച്ച്മാരാണ് ഇരിക്കുന്നത്. ഒരു കോച്ചിങ്ങിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എല്ലാ ഹാറ്റ് യൂസ് ചെയ്ത് എങ്ങനെ എടുക്കാമെന്ന് ഞാനിപ്പോൾ പറയാം. ഒന്നാമത്തത്, നമ്മൾ ഫസ്റ്റ് വൈറ്റ് ഹാറ്റ് എടുത്ത് വെച്ചു. നമ്മളൊരു പുതിയ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യണം. ഇപ്പം ഞാനോ എക്സാമ്പിൾ ഒരു മൈൻഡ് സെറ്റ് കോച്ചിങ് എടുക്കുന്നത് വയ്ക്കുക. അപ്പം മാർക്കറ്റിൽ അതെങ്ങനെയാണ് റിസർച്ച് ഇതുവരെ പറഞ്ഞില്ല, എത്ര മൈൻഡ് സെറ്റ് കോച്ച്മാരുണ്ട്, എത്രത്തോളം പ്രോഗ്രാമുകളുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ആ ഒരു കോച്ചിങ് പെർസ്പെക്റ്റീവിൽ പറയണേ. രണ്ടാമത്, റെഡ് ഹാറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് എൻ്റെ ഫീലിംഗ് എന്താണ്, എക്സൈറ്റഡ് ആണോ അതോ നെർവസ് ആണോ, അതോ ഞാൻ എക്സൈറ്റഡ് ആണ് ബട്ട് സ്ലൈറ്റ്ലി നെർവസ് ആണ്, നടക്കുമോ എന്നുള്ളൊരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇത് വർക്കാവുമോ എന്നുള്ള ഒരു സംഭവം കൂടെ എനിക്കുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പുതിയ കോഴ്സ് എടുക്കുക പ്ലാൻ ചെയ്യുന്നവർ, പുതിയതായിട്ട് ഇപ്പോൾ ലക്ഷ്മി ശ്രീജിത്തൊക്കെ കഴിഞ്ഞ ബാച്ചിലുള്ളവരെ ഞാൻ കണ്ടുന്നുണ്ട്, ജാൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു തിങ്കിങ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം. ഇൻട്രസ്റ്റിംഗ് ആണ്. ബ്ലാക്ക് ഹാറ്റ്, ഇപ്പോൾ ബ്ലാക്ക് ഹാറ്റ് ചിലപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ടാണ് യുദ്ധമൊക്കെ നടക്കുകയാണ്, ഇപ്പോൾ ഞാനൊരു പുതിയ കോഴ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങുമോ, ബ്ലാക്ക് ഹാറ്റ് ചിന്തിക്കും. ആ ഒരു തോട്ട് അവിടെ വന്നു. യെല്ലോ ഹാറ്റ് എന്താ പറയുന്നത് നോക്കാം. ഇനി ഇത് സക്സസ് ആയ ഈ സമയത്താണ് മൈൻഡ് സെറ്റ് കോച്ചിങ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഫിയറിലും ഡൗട്ടിലും ഇൻസെക്യൂരിറ്റിയിലും സ്കേഴ്സിറ്റിയും ഇരിക്കുന്നത്. സക്സസ് ആയാൽ ഒത്തിരി പേർക്ക് ഇത് പ്രയോജനപ്പെടും. യെല്ലോ ഹാറ്റ് പറയുന്നു. അടുത്ത നമ്മൾ പറയണം ഗ്രീൻ ഹാറ്റ്. ഏതായാലും ഇത് ഇത്രയും ഞാൻ മനസ്സിലായി, ഒരു 30 days ചലഞ്ച് ആദ്യം ഒന്ന് കൊടുത്തു നോക്കാം, എന്നിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലൂ ഹാറ്റ് ഇതിനെ സമ്മറൈസ് ചെയ്യും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു തിങ്കിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും, ആർഗ്യുമെൻറ്റ് കുറയും, ഡിസിഷൻ്റെ ക്വാളിറ്റി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമുക്ക് ലൈഫിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ റിയാലിറ്റി ചെക്ക് നമുക്ക് വേണമെങ്കിൽ നടത്താൻ പറ്റും ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് നമ്മൾ പറയണേ, അപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരു സക്സസ് റിയാലിറ്റി ചെക്ക് നടത്താൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഇത്രയുള്ള ഇത്രയാണുള്ളത്, എൻ്റെ കയ്യിലുള്ള റിസോഴ്സ് ഇത്രയാണുള്ളത്, എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇതാണ്, എന്ത് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കരിയറിൽ നമുക്ക് എടുത്ത് സക്സസ് റിയാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും കൂടെയാണ്. എൻ്റെ കയ്യിൽ ഇത്രയും സ്കില്ലുണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര റിസോഴ്സ്, ടൈം ഇത്രയുണ്ട്, എനർജി ഇത്രയുണ്ട്, എൻ്റെ ബാക്കിയുള്ള റിസോഴ്സ് ഇത്രയുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ കരിയർ സിറ്റുവേഷൻ ഇതാണ്, എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഈ മാർക്കറ്റിലുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ സക്സസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം, നമുക്ക് നോക്കാം അത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിറ്റി സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ഏതാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് ഇൻകം മോഡൽ ഏതാണ്, ഇതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു ഇപ്പോൾ വൈറ്റ് ഹാറ്റ് യൂസ് ചെയ്തിട്ട് അത് ചോദിക്കാം, റെഡ് ഹാറ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ നമുക്ക് റെഡ് ഹാറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ കോൾ അത്യാവശ്യമാണോ,
ഇത് എൻ്റെ ഹൃദയം പറയുന്നതാണോ, എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വാല്യൂമായിട്ട് അലയുണ്ടാകുന്നുണ്ടോ ചോദിക്കാം. സൊസൈറ്റി എക്സ്പെക്റ്റേഷനൊപ്പം എനിക്ക് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് വെറുതെ ഞാൻ ചെയ്യുന്നതാണോ, നമുക്ക് ചോദിക്കാം. ഇതിൻ്റെ റിസ്ക് അവയർനെസ് എടുക്കാം. ബ്ലാക്ക് ഹാറ്റ് എപ്പോഴും റിസ്ക് അവയർനെസ് ആണ്. റെഡ് ഹാറ്റ് ഇമോഷണൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം. ബ്ലാക്ക് ഹാറ്റ് റിസ്ക് അവയർനെസ് ചെക്ക് ചെയ്യാം. അതുപോലെ യെല്ലോ ഹാറ്റ് ഓപ്പർച്യൂണിറ്റി മൈൻഡ് സെറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. റെഡ് ഹാറ്റ് യൂസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി മൈൻഡ് സെറ്റ് ചെക്ക് ചെയ്യാം. ഗ്രീൻ ഹാറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ബ്രേക്ക് ത്രൂ ആണ്. അവിടെ നമ്മൾ ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും കൊണ്ടുവരികയാണ്. ദെൻ ഫൈനൽ നമുക്ക് ബ്ലൂ ഹാറ്റ് സ്ട്രാറ്റജിക് ഡയറക്ഷൻ ഡിസിഷൻ. ഇത് നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇത് ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ പാളി പോകത്തില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഒരു 1 മന്ത് പ്ലാൻ എടുക്കാം, അല്ലെങ്കിൽ 2 months നമുക്കൊരു പ്രയോറിറ്റൈസ് കൊടുക്കാം. യെസ്, ബിജു എന്തെങ്കിലും ചോദ്യം ചോദിക്കാനാണോ ഇപ്പൊ കൈ ഉയർത്തി, അത് നേരത്തെ തന്നെ പാർട്ടാണോ? നേരത്തെ മാം. ഓക്കെ. അപ്പോൾ ഈ സക്സസ് നമ്മൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണ്. ഇമോഷണൽ ക്ലിയർ ഫാക്റ്റ് നമ്മൾ നോക്കണമെങ്കിൽ വൈറ്റ് ഹാറ്റ് യൂസ് ചെയ്യണം. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഏതാണ് ഹാറ്റ്? ഇമോഷണൽ റെഡ്, കറക്റ്റ്. റിസ്ക് അവയർനെസ് ബ്ലാക്ക്. ക്രിയേറ്റീവ് സൊല്യൂഷൻ ഗ്രീൻ. യെല്ലോ. Green. യെസ്. പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി തിങ്കിങ് ബ്ലൂ. White. യെല്ലോ. സ്ട്രാറ്റജിക് പ്ലാനിങ് ബ്ലൂ. ബ്ലൂ. Blue. ഈ ഇത്രയും ഏരിയയിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, ഡിസിഷനും എടുക്കാൻ പറ്റും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ ക്ലിയർ ആക്കി ലാസ്റ്റ് ഇത് മനസ്സിലങ്ങ് വെച്ചാൽ മതി. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഇത് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ ഈ ചോദ്യം ചോദിച്ചാൽ മതി. ഡെയിലി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് അബൌട്ട് മൈ ഗോൾ ടുഡേ? എൻ്റെ ഗോളിലേക്ക് എത്താൻ ഇന്ന് ഞാൻ ചൂസ് ചെയ്യേണ്ട, റിയലൈസ് ചെയ്യേണ്ട ഫാക്റ്റ് എന്താണ്? വൈറ്റ് ഹാറ്റ് എടുത്തിട്ടാണ് നമ്മളത് ചോദിച്ചത്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് അബൌട്ട് മൈ ഗോൾ ടുഡേ? എൻ്റെ ഗോൾ. അപ്പം നമുക്ക് ഗോളുണ്ട്, ഓൾറെഡി ഗോളുണ്ട്. ആ ഗോളിലേക്ക് എത്താൻ ഇന്ന് ഞാൻ എടുക്കേണ്ടുന്ന കാര്യം ഏത് ഫാക്റ്റാണ് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടുന്നത്, അനലൈസ് ചെയ്യേണ്ടുന്നത്, എന്താണ് റിയലൈസ് ചെയ്യേണ്ടത്? രണ്ടാമത്തത്, ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ടുഡേയ്സ് വർക്ക്? ഇന്നത്തെ വർക്കിൽ ഞാൻ എക്സൈറ്റഡ് ആണോ? ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ടുഡേയ്സ് വർക്ക്? ഇന്നത്തെ വർക്കിൽ ഞാൻ എക്സൈറ്റഡ് ആണോ? അത് തന്നെ നമ്മളൊരു എക്സൈറ്റ്മെന്റിലേക്ക് കൊണ്ടുവരും. നമ്മൾ അവയർനെസ് ആവും, എക്സൈറ്റഡ് ആവുന്നതല്ലേ നല്ലത്. ഇന്നത്തെ വർക്കിൽ ഞാൻ എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടുന്നത്? ഗോള് പറഞ്ഞു, ഫീലിംഗ് പറഞ്ഞു. വാട്ട് ഒബ്സ്റ്റക്കിൾ മൈറ്റ് അപ്പിയർ? ബ്ലാക്ക്. ആ ഗോളിലേക്ക് എത്താൻ എന്തെങ്കിലും തടസ്സം ഒന്ന് വരാൻ ചാൻസ് ഉണ്ടോ? വാട്ട് ഒബ്സ്റ്റക്കിൾ മൈറ്റ് അപ്പിയർ? അടുത്ത എല്ലാം എടുത്ത് വെക്കാം. വാട്ട് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ടുഡേ? ഇന്ന് എന്തൊക്കെ അവസരമുണ്ട്? വാട്ട് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ്? ഈ വാട്ട് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ടുഡേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഓപ്പർച്യൂണിറ്റി റിവീൽ ആവും. നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ്. വാട്ട് ക്രിയേറ്റീവ് ഐഡിയ ക്യാൻ ഇംപ്രൂവ് മൈ പ്രോഗ്രസ്? ഗ്രീൻ. വാട്ട് ക്രിയേറ്റീവ് ഐഡിയ ക്യാൻ ഇംപ്രൂവ് മൈ പ്രോഗ്രസ്? ബ്ലൂ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ബ്ലൂ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? What strategy I have to follow? Yes, good. One action I must complete today. ആരാ ഇത് പറഞ്ഞേ? ലാസ്റ്റ് പറഞ്ഞാരാ? ശ്രുതി വരണ്ട്. ഓക്കെ, ഗുഡ്. വാട്ട് ഈസ് ദ വൺ ആക്ഷൻ ഐ മസ്റ്റ് കംപ്ലീറ്റ് ടുഡേ? ഇതെന്താ ചെയ്യണമെന്നറിയാം? ഇത് എഴുതി ഒട്ടിച്ചു വെക്കണം. രാവിലെ വലിയ അക്ഷരത്തിൽ വൈറ്റ്, റെഡ്, ബ്ലാക്ക്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, അത് ആ കളറിൽ എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആ കളറിൽ തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് വിഷ്വലി ഭയങ്കര ഇമ്പാക്റ്റ് ആക്കി മൈൻഡിൽ കയറും. ഒരു 21 days നിങ്ങളത് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ വരും. വണ്ടർഫുൾ ഡിസിഷൻ മേക്കർ ആൻഡ് പവർഫുൾ പ്രോബ്ലം സോൾവർ ആൻഡ് പവർഫുൾ സ്ട്രാറ്റജിസ്റ്റായി മാറും. ഇതൊരു ബ്രെയിൻ ട്രെയിനിങ്ങും കൂടെയാണ്. ബ്രെയിനിനെ
ലെഫ്റ്റ് റൈറ്റ് ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോസസ്സും കൂടെയാണ്. ഇത് ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇമോഷണൽ പേഴ്സൺസിന് ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല ഈ ഒരു കാര്യം. അപ്പം നമ്മൾ അത് പറയാതെ ലാസ്റ്റ് പറയണ ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് സന്തോഷം തോന്നും. ആ ഇതങ്ങനെയാണല്ലേ. ഇല്ലെങ്കിൽ കാരണം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ പിന്നെ നമുക്ക് ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ലൈഫിൽ 1 month കൊണ്ട് നമുക്ക് ചേഞ്ച് വിസിബിൾ ആവും. ഇറ്റ്സ് എ വെരി ഗുഡ് കോച്ചിങ് ഫോർമുല ടു. ഫ്രീ ആയിട്ടാണ് ഈ കോച്ചിങ് ഫോർമുല തരുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നും വാല്യൂ ചെയ്യുന്നില്ലെന്നാണ്, വാല്യൂ ഇല്ലെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് താങ്ക് യു മാം. ഇതിന് പകരം നിങ്ങൾ എൻ്റെ യൂട്യൂബ് കാരണം ഇത് വാല്യൂബിൾ ആകണമെങ്കിൽ ഐ നീഡ് ടു യുനോ ഒരു എന്തെങ്കിലും ഒരു പ്രൈസ് ഇതിനകത്ത് ഞാൻ ചാർജ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടുണ്ട്. എൻ്റെ കോച്ചുമാരുടെ ഇടയിൽ തന്നെയുണ്ട്. ഇൻസ്റ്റാ പേജും അതുപോലെ യൂട്യൂബ് ചാനലും പോയി കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഫീസായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ചെയ്തവരുണ്ട്. കമൻറ്റ് ഡെയിലി ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പക്ഷെ പോയി ചെയ്യാം. അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആകുന്നത്. നിങ്ങൾക്കും ആ വാല്യൂ ഇത് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഒരു ഡൗട്ട്. നമ്മൾ പണ്ട് പോലെ കാരണവന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ടും മുതിർന്നവരുമായിട്ട് കൂടി ആലോചിച്ച് തീരുമാനം എടുക്കുക. അപ്പൊ അത് ഗ്രീൻ ഹാറ്റ് വെക്കുന്നതിന് ഇക്വലന്റ് ആണോ? ഗ്രീൻ ഹാറ്റ് ആണോ അത്? അല്ല, അത് അവരുദ്ദേശിക്കുന്ന ഇത്ര കാര്യമുള്ളൂ. അവരുടെ വിസ്ഡം ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അവർ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ്. സോ ദേ നോ ദ റിയൽ റിയാലിറ്റി. കല്യാണം കഴിക്കാൻ പോകുന്ന പറയുമ്പോൾ അവർക്ക് റിയാലിറ്റി അറിയാം. ഈ അവര് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചാണ്. അല്ലാതെ ഹാറ്റ് ഒന്നും അവർ വെച്ചിട്ടില്ല. ജീവിതാനുഭവമാണ് അവർക്ക്. എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് മാസ്റ്റർ. അതിനപ്പുറത്തും വേറൊരു നല്ല മാസ്റ്റർ ഇല്ല. ആ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യുന്നവരാണ് യഥാർത്ഥ മാസ്റ്റർ ആവുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നല്ലതാണ്. പക്ഷേ ആക്ച്വലി ഈ ഒരു മെത്തേഡ് ഈസ് സോ പവർഫുൾ കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇത് അപ്ലൈ ചെയ്യാം. ഇത് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ്? മാം താങ്ക് യു. താങ്ക് യു സോ മച്ച്. മാം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ രാജ് വളരെ ഹാപ്പിയാണ്. നൈസ് ടു സീ യുവർ ഫേസ്. ഓക്കെ സാർ, ഇന്ന് വളരെ ഹാപ്പിയാണ്. നാളെ ഒരു സർപ്രൈസ് ഉണ്ട്. ആണോ? ഓക്കെ. ഇന്ന് പറയില്ലല്ലേ മാം? അതെ, ഇന്നലെ സർപ്രൈസ് എനിക്ക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് ആന്ന് പറയുവേ ചെയ്ത് ഷബീർ സാർ. ഇപ്പൊ അത് പറയിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഇല്ല, ഞാൻ പറയത്തില്ല. സാറ് ഭയങ്കര ക്യൂരിയസ്. നിങ്ങൾക്കെല്ലാം സർപ്രൈസ് ആയിരിക്കും. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈഗർലി വെയിറ്റിംഗ്. എല്ലാവർക്കും അടിപൊളി വീക്കെൻഡ് ആശംസിക്കുകയാണ്. ഏറ്റവും നല്ലത്. ഇന്ന് നമ്മൾ റംസാൻ ഇവിടെ UAE 26 27 രാവാണ്. നാളെയാണ്. നാളെ റംസാന്റെ നമ്മുടെ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഡേ ആണ് നാളത്തെ പ്രോഗ്രാം. നാളെ ഒരു സൂപ്പർ ഡൂപ്പർ വൈൻഡപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ കയറിയിരുന്നവര് റംസാൻ നൂർ ബിതിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളവർ കയറുക. ഇല്ലെങ്കിൽ നാളെ ഒരു സമ്മറൈസും സമപ്പൊക്കെ ഉണ്ടായിരിക്കും ആ പ്രോഗ്രാമിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാം 1 മാസമായിട്ട് നിൽക്കുന്ന പ്രോഗ്രാം നാളെ എൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അത് ഫ്രീ പ്രോഗ്രാം ആണ്. മാക്സിമം നമ്മൾ ഗ്രൂപ്പിലൂടെ സർക്കുലേറ്റ് ചെയ്യാം. ഓക്കെ താങ്ക് യു മച്ച്. നാളെ നമ്മളൊരു ആക്ടിവിറ്റിയോട് കൂടിയാണ് എൻഡ് ചെയ്യുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റി ആയിരിക്കും അത്. പിന്നെ ഞാൻ അവിടെ തന്നെ റിവീൽ ചെയ്യുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഏറ്റവും നല്ല ഡിസിഷൻ ആയിട്ട് മാറട്ടെ. പവർഫുൾ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.